കൊല്ലം സ്വദേശിനിയ അതുല്യ ഷാർജയിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ ക്രൈംബ്രാഞ്ച്. കൊലക്കുറ്റത്തിന് തെളിവ് കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് തീരുമാനം. കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. പുതിയ വകുപ്പുകൾ ചേർത്ത് പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഷാർജയിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാനും ശ്രമം തുടരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സതീഷ് നിലവിൽ റിമാൻഡിലാണ്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേർന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസം കൊലക്കുറ്റത്തിന് കേസെടുത്തതിന് കോടതി രൂക്ഷമായ വിമർശനം അന്വേഷണ സംഘത്തിനെതിരെ ഉയർത്തിയതാണ്. കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം? ടോം, കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് ഈ പ്രതി സതീഷ് ഉള്ളത്. നമുക്കറിയാം, ജൂലൈ 19-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊല്ലം സ്വദേശിനിയായ അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതുല്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണം ദുരൂഹ മരണമാണെന്നും കൊലപാതകമാണെന്നും ആവശ്യപ്പെട്ട് ഇതിൽ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ നിലവിൽ അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലും വന്ന് ഈ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തുന്ന സാഹചര്യമൊക്കെ എത്തി. പക്ഷേ ഈ രണ്ട് പോസ്റ്റ്മോർട്ടത്തിലും മരണം തൂങ്ങിയ മരണമാണ്, മരണകാരണം തൂങ്ങിയ മരണമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതിൽ തുടർന്നാണ് കുടുംബം കൂടുതൽ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ വിശദമായിട്ടുള്ള നടന്നു വരുമ്പോഴാണ് നിലവിൽ ഈ പ്രതിക്ക് ജാമ്യം കോടതി അനുവദിച്ചത്. അത് ജാമ്യം അനുവദിക്കാനുള്ള പ്രധാന കാരണം ഇതിൽ തെളിവുകൾ, കൊലക്കുറ്റത്തിനായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാരണത്താലാണ് ജാമ്യം അനുവദിച്ചത്. തുടർന്നാണ് ഇതിൽ ചില ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പുറത്തുവിട്ടുകൊണ്ട് കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചത്. ഈ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. ഈ അതുല്യയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുന്നു, അസഭ്യം പറയുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, മുറിവുകൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കോടതി കൃത്യമായി പരിശോധിച്ചതിനെ തുടർന്നാണ് സതീഷിന് ഉപാധികളോടെ സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദു ചെയ്യുകയും സതീഷിനെ കസ്റ്റഡിയിൽ എടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഈ സതീഷിനെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത്. 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ കേസിൽ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകൾ കൃത്യമായി ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു ശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആദ്യഘട്ട അന്വേഷണം ഷാർജയിലായിരുന്നു നടന്നത്. ഷാർജ പോലീസിലെ പോസ്റ്റ്മോർട്ടം അന്വേഷണ റിപ്പോർട്ടുകളൊന്നും തന്നെ ഈ കേരള പോലീസിലെ വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകുന്നത്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ, ഈ പ്രതി സതീഷിനെതിരെ ചുമത്താൻ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും തീരുമാനമായിരിക്കുന്നത്. വിനീഷ്, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ എന്തായാലും പ്രതി ഇനി കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. മറ്റ് നടപടികൾ, കാരണം ഇനി കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെളിവുകളുള്ളത് ഷാർജയിലാണ്. ഇതിന് തുടർ അന്വേഷണം എങ്ങനെയായിരിക്കും? ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം. കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്. കാരണം പ്രതി ഈ അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, തെളിവുകളടക്കം നേരത്തെ പുറത്തു വന്നതാണ്. ഇനിയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടോ അന്വേഷണ സംഘത്തിന്? തീർച്ചയായിട്ടും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്